തൃശ്ശൂർ പൂരം ഇന്നലെ കഴിഞ്ഞു. ചരിത്രത്തിലാദ്യമായി വല്ലാതെ അലങ്കോലപ്പെട്ടു പോയ പൂരമാണ് ഇക്കുറി നടന്നതെന്നാണ് പൂരപ്രേമികൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പൂരത്തിന് വലിയ റെസ്ട്രിക്ഷനാണ്. മുമ്പൊരിക്കൽ ഒരു ഇസ്ലാമിക തീവ്രവാദി ഒരു വീഡിയോ ചെയ്തിരുന്നു. കുംഭമേളയ്ക്കും തൃശ്ശൂർ പൂരത്തിനും ട്രക്ക് ഒടിച്ച് കയറ്റി ആളുകളെ കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ ഒരു മലയാളി തീവ്രവാദി പറയുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അതിനുശേഷം വലിയ റെസ്ട്രിക്ഷൻ വന്നിട്ട് പൂരപ്പറമ്പിലേക്ക് ആളുകളെ അടുപ്പിക്കാത്ത റെസ്ട്രിക്ഷനാണ് പോലീസ് വെക്കുന്നത്. പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ 2 ദേവസ്വങ്ങളും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ശ്രീരാമചന്ദ്രൻ്റെയും രാംലല്ലയുടെയും ചിത്രങ്ങൾ കുടമാറ്റത്തിൽ ഉപയോഗിച്ചു. അതിനുശേഷം വല്ലാത്ത ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയും മഠത്തിൽ വരവ് വരെ വെറും ചടങ്ങ് മാത്രമായി നടത്തേണ്ടി വന്നു. വെടിക്കെട്ട് 3 മണിക്കൊക്കെ നടത്തേണ്ട വെടിക്കെട്ട് നടത്തുന്നില്ല എന്ന് 2 ദിവസങ്ങൾ തീരുമാനിച്ചു. ഒടുവിൽ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളൊക്കെ ബന്ധപ്പെട്ട് വത്സൻ തില്ലങ്കേരിയും ഒക്കെ ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ട് നേരം പുലർന്നിട്ടാണ് വെടിക്കെട്ട് പോലും നടന്നത്. ഇതിന് വർദ്ധിച്ചു വരും. അടുത്ത വർഷം ഇതിൽ കൂടുതലായിരിക്കും. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിന് വലിയൊരു ഘടകമാണ്. കുറേ കാലമായിട്ട് ഈ വെടിക്കെട്ടിനെ ചൊല്ലി വാഗ്വാദം, കേസ്, ഹൈക്കോടതി ഇടപെടുക, പിന്നെ ഈ പരിപാടി ഇത് കഴിഞ്ഞിട്ട് ഇത് 2-3 വർഷം ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ ആനയിൽ കയറി പിടിച്ചു. വനം വകുപ്പ്, ജില്ലാ കളക്ടർ, ഹൈക്കോടതി ഇവരൊക്കെ പെട്ടെന്ന് ആനയെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്രമിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കൂട്ടത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നല്ല, കുറച്ച് കൊണ്ടുവരും. പൂരത്തിനാൾ വരരുത്. ഈ CPMൻ്റെ അവർക്ക് പിടികിട്ടാത്തൊരു ഏരിയയാണ് ഈ ഹിന്ദുവിൻ്റെ ക്ഷേത്രാവേശം. അത് അവരുടെ തന്നെ ആൾക്കാരെയും ബാധിച്ചിട്ടുണ്ട്. അത് നിയന്ത്രിക്കാൻ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ അവർ നോക്കുന്നത് ഇത് അവരുടേതാക്കി മാറ്റുക. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഒരു DYFI സംസ്ഥാന സമ്മേളനമാക്കി മാറ്റുക. ബാക്കിയുള്ളവരൊക്കെ പുറത്ത് ആളുണ്ടാവും, DYFIക്കാരായിരിക്കും. ഇതാണ് അവരുടെ മനസ്സിലുള്ള ഡിസൈൻ. കാരണം ഇത് ഇല്ലാതാക്കാൻ അവർ വിചാരിച്ചിട്ട് പറ്റുന്നില്ല. അപ്പോൾ സ്മോളർ സൈസ് ആക്കിയിട്ട് അവരുടെ ഒരു സംസ്ഥാന സമ്മേളനം ഒരു ഏറിയാലൊരു 8,000-10,000 പേര് അത് മതി പൂരത്തിന്. ബാക്കിയുള്ളവരൊക്കെ ഔട്ട്. ഈ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങിലാണ് അവർ പോകുന്നത്. അതിന് പലപ്പോഴും ഹൈക്കോടതി കൂട്ടുനിൽക്കാറുണ്ട്. കാരണം ഹൈക്കോടതിയിൽ ചെല്ലുന്നത് നിയമം, ന്യായം, ചട്ടം ഒക്കെയാണല്ലോ. ഈ ചട്ടം ഉണ്ടാക്കുന്നത് ഭരണക്കാരാണ്, സർക്കാരാണ്. ഭരണം സർക്കാരിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അഥവാ ഭരണാധികാരികളെ നിയമിച്ചിരിക്കുന്നത് സർക്കാരാണ്. ഫലത്തിൽ CPMൻ്റെ കയ്യിലാണ്, അവരുടെ കയ്യിലാണ്. അപ്പോൾ അവർ നിയന്ത്രിക്കുന്ന പോലെ കാര്യങ്ങൾ പോവുള്ളൂ. മെല്ലെ ബാക്കിയുള്ളവർ ഈ ശ്വാസം മുട്ടിയിട്ട് കീഴടങ്ങി. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ പൂരത്തിന് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ ഞാൻ വിചാരിക്കാം അവിടെ പോയിട്ട് കാര്യമില്ല, ഇപ്പോൾ അവിടെ അടുക്കാൻ പറ്റില്ല. 5 കിലോമീറ്റർ നടക്കണം. 5 കിലോമീറ്റർ മുമ്പ് വെച്ച് തന്നെ തടയും നിങ്ങളെ, വണ്ടികൾ പോകാൻ പറ്റില്ല എന്ന് പറയും. 5 കിലോമീറ്ററൊക്കെ നടക്കാൻ പറ്റുമോ? നടന്നാൽ തന്നെ ഈ പൂരത്തിൻ്റെ മറ്റേ തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ആൾക്കാർ പോകാതെയാകും മെല്ലെ. ഇത് ശബരിമലയിലും ചെയ്യുന്നുണ്ട്. അനാവശ്യമായ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് ആൾ കുറയും. ഇത്തവണ എൻ്റെ അറിവിൽ ശബരിമലയിലും ജനക്കൂട്ടം കുറവായിരുന്നു. ടോട്ടൽ പീപ്പിൾ വിസിറ്റഡ് ശബരിമല. ആദ്യത്തെ തിരക്കുകളും ആ വലിയ കാമ്പയിനും ഒക്കെ നടന്നപ്പോൾ ആളുകൾ സ്വമേധയാ ക്യാൻസൽ ചെയ്തു. ഇപ്പം ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ഈ സംഗതികളൊക്കെ ഇല്ലാതാക്കുക. ഇപ്പോൾ തൃശ്ശൂർ പൂരമാണ്, നാളെ വൈക്കത്തഷ്ടമി, ചോറ്റാനിക്കര മകം, ആറ്റുകാൽ പൊങ്കാല, ഇതൊക്കെ വരും. ഇതൊക്കെ ഒരു പ്ലാനിൻ്റെ ഭാഗമാണോ? അത് പ്ലാനിൻ്റെ ഭാഗമാണ്. അതേസമയം ഭക്തജനങ്ങളും കുറച്ചുകൂടെ റെസ്ട്രിക്ഷനൊക്കെ പാലിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഏകദേശം ആ നഗരത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് മാറി. അത്രയും ചെയ്യുന്നത് ശരിയാണ്. തിരുവനന്തപുരം നഗരം മൊത്തം, തൃശ്ശൂർ എന്ന് വെച്ചാൽ ആ റൗണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി തൃശ്ശൂർ പൂരം വലുതായിട്ട് ശ്വാസം മുട്ടിക്കാറില്ല. തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. ഏകദേശം ഇപ്പോൾ കഴക്കൂട്ടം മുതൽ ബാലരാമപുരം വരെ പൊങ്കാലയാണ്. കൂടി വരികയാണ്. അപ്പോൾ ആ ദിവസത്തെ മൂവ്മെൻറ്റ്, ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാനുള്ള സൗകര്യം വഴി മാറ്റിയെടുക്കുന്നൊക്കെയുണ്ട്. ബട്ട് ആ ഒരു ഷോ ഒന്ന് കുറച്ചിട്ട്
ഒന്നുകിൽ 365 ദിവസവും പൊങ്കാല ഇടുന്നൊരു സമ്പ്രദായം കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെയുണ്ടത് മണ്ടയ്ക്കാട്ട് പൊങ്കാല ഇടാൻ പ്രത്യേക ഹോളുണ്ട്. ഏത് ദിവസവും നിങ്ങൾക്ക് അവിടെ പൊങ്കാല ഇടാം. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പ്രത്യേകത, ഈ വർഷം ആറ്റുകാൽ പൊങ്കാല എന്തെങ്കിലും കാരണവശാൽ മിസ്സായിപ്പോയ ഒരു സ്ത്രീ ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ അവർക്ക് അടുത്ത വർഷം ഇടാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്ത് ഭക്തജനങ്ങളും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾ പഴയ രീതിയിൽ തന്നെ എല്ലാം നടത്താം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആൾ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ നടക്കും? അല്ല, ഇടയ്ക്ക് നമ്മൾ കേട്ട കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എവിടെയോ ഒരു തീവ്രവാദിയുടെ ഒരു വീഡിയോ വന്നതിന് ശേഷം പൂരപ്പറമ്പിലേക്ക് പൂരപ്രേമികൾക്ക് അടുക്കാൻ പറ്റുന്നില്ല. വെടിക്കെട്ട് പോലും കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് മാറി നിന്ന് കാരണം ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ പോലീസ് ഉണ്ടാക്കിയിരുന്നു. ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ കുടമാറ്റത്തിനിടയ്ക്ക് വളരെ പെട്ടെന്ന് പാറമേക്കാവ് ദേവസ്വം രാംലല്ലയുടെയും ശ്രീരാമൻ്റെയും കുടകൾ ഉയർത്തി. അപ്പോൾ ഇടതുപക്ഷ ഭരണസമിതിയാണ് തിരുവമ്പാടിക്കുള്ളത്, അവരും ഇത് കാണിച്ചു. അപ്പോൾ ഒരു വല്ലാത്തൊരു ആവേശവും ഒരു ആഘോഷവും ഒക്കെ ഉണ്ടായതാണ് ഈ കുഴപ്പങ്ങൾക്ക് തുടക്കമെന്നൊരു പറയലുണ്ട്. അപ്പോൾ രാമനെ എങ്ങനെ കാണിക്കാമോ എന്നാണ് ചോദ്യം. ഇല്ല, ഈ രാമനെ രണ്ടു കൂട്ടരും കാണിച്ചല്ലോ, കാണിച്ചു. അപ്പോൾ ഒരു ആവേശം നാട്ടുകാരും കാണിച്ചു. അതുകൊണ്ട് എന്താ രാമനെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അത് പ്രശ്നം. അതാണ് പ്രശ്നം. രാമനെ കാണിച്ചതിലുള്ള അസൂയയോ പ്രതിഷേധവുമാണ്. അതിന് ഈ ആവേശം കൊണ്ട ഒരു ഉത്തരവാദികളല്ല, ഈ പ്രതിഷേധം കാണിച്ചവരാണ് ഉത്തരവാദികൾ. ഞാനറിഞ്ഞത് പോലീസ് അനാവശ്യമായ നിയന്ത്രണം കൊണ്ടുവന്നു. മഠത്തിൽ വരവ് പൂർത്തിയാക്കിയില്ല. 7 ആനപ്പുറത്താണ് മഠത്തിൽ വരവ് വരുന്നത്, അത് തടഞ്ഞു. ഒരാനപ്പുറത്ത് അതൊക്കെ തടയേണ്ട കാര്യം എന്താ പോലീസിന്? അങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം അവിടെ നിലവിലില്ലല്ലോ. ഈ രാമനെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആരവം മുഴക്കിയ ആൾക്കാർ, ശരി, വേറെ അടിപിടിയൊന്നും ഉണ്ടാക്കിയില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, നിന്നെടുത്ത് നിന്നോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നു. അത് ഈ മറ്റേ ചെണ്ടയുടെ സമയത്തും ആൾക്കാർ ആർത്ത് വിളിക്കാറുണ്ട്. ശബരിമലയിൽ മകരവിളക്ക് കാണിക്കുമ്പോൾ ഒരൊറ്റ വിളിയല്ലേ അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു സെക്കൻഡിലേക്കുള്ള ഒരു ബഹളമാണത്. അത് കഴിയുമ്പോൾ ആ കുട മാറ്റി അടുത്ത കുട. അല്ല, രാമനെ കാണിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായതെന്ന തരത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. രാമൻ ഇത്ര നിഷിദ്ധമായ ഒരു അല്ല, അങ്ങനെ എനിക്കതിൽ വിരോധമൊന്നുമില്ല. ആരെങ്കിലും ഇത് ബോൾഡായിട്ട് പറയണം, വളച്ചു കിട്ടി പറയരുത്. രാമനെ കാണിച്ചതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രാമനെ കാണിച്ചതോടെ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു. അടിച്ചു നിരത്തരാന്ന് ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു. ലാത്തി ചാർജ് നടത്തി ഓടിച്ചു സകലവനെ. നിൻ്റെ പൂരവും മണ്ണാങ്കട്ടയും കൂടി ഞങ്ങൾ ഈ വടക്കുന്നാഥനെ തന്നെ ഇവിടുന്ന് പിഴുത് ദൂരക്കളയും എന്ന് ബോൾഡായിട്ട് പറയണം. ഇത് പറയേണ്ടതെന്ന് അല്ലാതെ ഞാന്ന് പറഞ്ഞ് കരയരുത് അവിടെ ഇവിടെ. ഈ സൂത്രത്തിന് കാര്യം നിങ്ങൾക്ക് രാമനെ എതിർക്കണം. വി നോ ദാറ്റ്. ഹൂ ഡസൻ നോ ദാറ്റ്? എല്ലാവർക്കും അറിയാം നിങ്ങൾ രാമവിരോധികളാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ. രാമൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം നഷ്ടപ്പെടും, അവർക്ക് ഭ്രാന്തായിത്തീരും. അയാൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും മുസ്ലിം ആയാലും രാമൻ എന്നുള്ള ഒരൊറ്റ പേര് അയാളെ ഭ്രാന്തനാക്കും. ഇതെല്ലാവർക്കും അറിയാം. ഇത് നിങ്ങളങ്ങ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭ്രാന്തിന് കുറച്ചെങ്കിലും ശമനം ഉണ്ടാകും. അടക്കി വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഞാൻ പറയാം, നാട്ടുകാർ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെയും കവളമടലിന് തല്ലുന്നൊരു ദിവസം വരും. ബംഗാളിൽ വന്നില്ലേ, ത്രിപുരയിൽ വന്നില്ലേ? ബംഗാളിൽ ഞാൻ CPM ആണെന്ന് പറഞ്ഞ് റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കവളമടലിന് കിട്ടും. അവിടെ ഇനി കവളമടലാണോ കടലാണക്കമ്പത്തിലാണോ എന്ന് എനിക്കറിയുന്നില്ല. ഇവന്മാരെ തല്ലുന്ന ഒരു ദിവസം വരും. ഇപ്പോഴെങ്കിലും ഇത് തുറന്നങ്ങ് സമ്മതിക്കുക, പിണറായി വിജയൻ സമ്മതിക്കുക. എനിക്ക് ഈ നാട്ടിലെ അമ്പലങ്ങളെല്ലാം കുഴിച്ചു മൂടണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് തുറന്നു പറഞ്ഞാൽ ആ ആർജവത്തിനുള്ള മാർക്കെങ്കിലും കിട്ടും. ഇല്ലെങ്കിൽ അതുപോലും കിട്ടില്ല. ഇവിടെ പൂരത്തിന് രാമനെ കാണിച്ചത് സുരേഷ് ഗോപിയെ സഹായിക്കാനാണെന്നാണ് പറയുന്നത്. ആണെങ്കിൽ എന്താ അതിൽ തെറ്റെന്താ? അതിൽ തെറ്റ്? അതൊന്നും അറിയണമല്ലോ. ഇടതുപക്ഷം ഭരിക്കുന്ന തിരുവമ്പാടിക്കാരും കാണിച്ചു രാമൻ്റെ ചിത്രം. എറണാകുളത്ത് പള്ളിയിൽ പെരുന്നാൾ നടക്കുമ്പോൾ പുണ്യാളൻ്റെ രൂപക്കൂട് കാണിച്ചു. അത് ഹൈബീഡനെ സഹായിക്കാനാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? അപ്പോൾ അവർക്കിത് ബാധകമല്ലേ? അവരെയൊന്നും തൊടാനാർക്കും ധൈര്യമില്ല. രാമനെ കാണിച്ചാൽ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടുമെങ്കിൽ 1,00,000 രാമനെ കാണിക്കാൻ ഞാനും കൂടും, വോട്ട് കൂടിട്ട്. അതുകൊണ്ട് എന്താ അതിൻ്റെ തെറ്റെനിക്ക് മനസ്സിലാകുന്നില്ല.
അല്ല, ഹിന്ദുക്കൾക്ക് അവരുടെ ഉത്സവത്തിൽ അവരുടെ ദൈവത്തിൻ്റെ ചിത്രം കാണിക്കണമെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ അനുവാദം വേണം. വേണം. ഇപ്പം അതാണ് കേരളത്തിൽ ഇവൻ്റെ DYSPയുടെയും അയാളെ ഭരിക്കുന്ന DYFIയുടെയും ഇൻഡാസ് വേണം ഹിന്ദു ക്ഷേത്രത്തിൽ രാമനെയോ കൃഷ്ണനെയോ കാണിക്കാൻ. അത് നടക്കുന്ന കാര്യമില്ല. സുനിൽ, ഞാനൊരു കാര്യം പറയട്ടെ, ദിസ് ഹാസ് കം ടു എ ഡെഡ് എൻഡ്. ഇനി ഇതിനപ്പുറത്തേക്ക് ഹിന്ദുവിനെ തള്ളിക്കഴിഞ്ഞാൽ അവൻ തിരിച്ചു തള്ളും. തിരിച്ച് തള്ളുമ്പോഴുണ്ടല്ലോ അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിരിക്കും. ഞാൻ എന്നും പറയാറുള്ളതാണ്, ഈ ഹിന്ദുവിൻ്റെ തിരിച്ചടി കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലല്ല. കണ്ണിന് തല, പല്ലിന് താടി, ഇങ്ങനെയായിരിക്കും അടിക്കുന്നത്, ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട്. ഇത് നിങ്ങൾ 1992 ഡിസംബർ 6 നിങ്ങൾ കണ്ടതാണ്. നിങ്ങളുടെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് പകലല്ലേ അത് നടന്നത്. തൃശ്ശൂർ പൂരം അന്ന് പകലാണ് വെടിക്കെട്ട് നടന്നത്, ഇല്ലേ? വൈകുന്നേരം 5 മണിയായപ്പോൾ സാധനം ഇല്ല അവിടെ. ഇതാണ് ഹിന്ദുവിൻ്റെ പ്രതികരണം. ഇത് ഓർക്കുന്നത് പിണറായി വിജയന് നല്ലതാണ്. ഇനി ഓർത്തില്ലെങ്കിലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല. ഹിന്ദുവിൻ്റെ ഒരു യഥാർത്ഥ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, പുല്ല് വിലയാണ് പിണറായി വിജയൻ്റെ അയാളുടെ പോലീസിനെ. മനസ്സിലായോ? അയാൾ കുറേ രാജകുമാരന്മാരെ ഇറക്കിയിട്ട് തല്ലി ഒതുക്കാൻ നോക്കുന്നുണ്ട്, അത് നടക്കാൻ പോകുന്നില്ല. ഇന്നലെയും രാത്രി ഉത്തരവാദിത്തമില്ലാതെ പോലീസ് ലാത്തി ചാർജ് ചെയ്തില്ലേ? വെടിക്കെട്ട് എന്തിനായിരുന്നു ലാത്തി ചാർജ്? എന്തിനായിരുന്നു ലാത്തി ചാർജ്? എവിടെ പോയിരുന്നു ഈ സുനിൽകുമാറും രാജനും? അയാളാണ് തൃശ്ശൂരിൻ്റെ മുഴുവൻ ഭരണം, മന്ത്രി K. രാജൻ. ഇത്ര വൃത്തികെട്ട ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഈ പ്രശ്നം നടക്കുമ്പോൾ ഇവന്മാരൊക്കെ മുങ്ങി. സുനിൽകുമാർ മുങ്ങി, രാജൻ മുങ്ങി, ജില്ലാ കളക്ടർ മുങ്ങി, SP കമ്മീഷൻ നിന്നിട്ട് അടിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യും? നിസ്സഹായരായ ജനം. ഹിന്ദു ആയതുകൊണ്ടല്ലേ ഈ തല്ലുകൊണ്ടത്. വെടിക്കെട്ട് നടത്താതെ 2 ദിവസം പിന്മാറി. 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് രാവിലെ 7 മണിക്ക്. 2 വർഷം ഇവർ കൊറോണയാണെന്ന് പറഞ്ഞ് എന്തെല്ലാം ശ്വാസം മുട്ടൽ കാണിച്ചു. ഇതുപോലെ എന്താ സാമ്പിൾ വെടിക്കെട്ട് പോലും നടത്താതെ ഒരാനയെ വെച്ച് തൃശ്ശൂർ പൂരം നടത്തുക, ഇതുപോലത്തെ കാര്യം. എന്ത് സന്തോഷമായിരുന്നറിയാമോ പിണറായി വിജയനക്ക്? നിന്ന് പോയിടാം എൻ്റെ തൃശ്ശൂർ പൂരം. കൊറോണ വന്ന് ചത്താലും ശരി, തൃശ്ശൂർ പൂരം മുടങ്ങിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുകൊണ്ട് തീർന്നില്ല തൃശ്ശൂർ പൂരം. ഇനി അടുത്തത് ചോറ്റാനിക്കര മകം, കൊട്ടിയൂർ ശിവരാത്രി, വൈക്കത്തഷ്ടമി, ഈ പറഞ്ഞ ആറ്റുകാൽ പൊങ്കാല, ഇതിലെല്ലാം കയറി പിടിക്കും ഇവർ. പക്ഷെ നമ്മുടെ ഇത് ഈ തൃശ്ശൂർ എന്താണ് പൂരവുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് നമ്മുടെ ഒരു ചാനലും പറയില്ല. ഞാൻ രാവിലെ മുതൽ നോക്കി, സംഭവം എന്താണെന്ന് പറയുന്നില്ല. അവർ ദേവസ്വം പ്രസിഡൻറ്റിൻ്റെ കുറേ ബൈറ്റൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഞാൻ 11 മണിക്കുണ്ടായിരുന്നു, കളക്ടർ വരാമെന്ന് പറഞ്ഞു, പുള്ളി വന്നില്ല, പുള്ളിക്ക് എന്തെങ്കിലും അസൗകര്യം കാണുമായിരിക്കും, അത് ഇതെന്ന് പറഞ്ഞു. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടന്ന കാര്യങ്ങൾ പറയണ്ടേ, വിഷ്വൽസ് കാണിക്കണ്ടേ? ഇവരെല്ലാം രാപകലില്ലാതെ തൃശ്ശൂർ പൂരം കവർ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ സമയത്ത് അവരുടെയും ക്യാമറ ഓഫായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് എഡിറ്റോറിയൽ കൊണ്ടുപോയിട്ട് എഡിറ്റ് ചെയ്ത് ഇതിലേത് കാണിക്കണം ഏത് കാണിക്കരുത്, ഒരു ഭക്തൻ പോലീസുകാരനെ തല്ലുന്ന വിഷ്വൽ മാത്രം എടുക്കണം. സൈഡ് ഇടുമ്പോൾ ആൾക്കാർ തിരിച്ചു തല്ലല്ലോ, ആ വിഷ്വൽസ് എടുക്കണം. ഇങ്ങോട്ട് തല്ലുന്നത് അത് മാറ്റുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. അല്ല, വെടിക്കെട്ട് വേണ്ട എന്ന് വെച്ചിട്ട് ഇവർ പിന്മാറുമ്പോൾ മത്സ്യം തില്ലങ്കേരിയും സുരേഷ് ഗോപിയും ബന്ധപ്പെട്ടു, വെടിക്കെട്ട് വീണ്ടും നടത്തി എന്ന് പറയുമ്പോൾ വലിയ ഡാമേജാണ് അവർക്ക്. വലിയ ഡാമേജാണ്. ഒന്ന്, ഈ മത്സ്യം തില്ലങ്കേരിയും സുരേഷ് ഗോപിയും ഹിന്ദുക്കൾ എന്നുള്ള നിലയ്ക്ക് ഒന്നിച്ച് വന്നിട്ട് ഈ പ്രശ്നം തീർക്കുന്നത് തന്നെ അവർക്ക് വലിയ ക്ഷീണം ചെയ്യും മറ്റേ ഗ്രൂപ്പിന്. സുരേഷ് ഗോപിയെ കുറ്റം പറയാനും പറ്റില്ല. സുരേഷ് ഗോപി തൃശ്ശൂർ സ്ഥാനാർത്ഥിയാണ്. അവിടെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഇടപെടണ്ടേ? മത്സ്യം തില്ലങ്കേരി ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് ഏത് ഹിന്ദു പ്രശ്നത്തിലും ഇടപെടാം, അമ്പലപ്രശ്നത്തിൽ ഇടപെട്ടു. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ശ്രീരാമനെ കുറ്റം പറയാം. ശ്രീരാമൻ ഞാൻ പറയുന്നത്, ഇവർ ശ്രീരാമനെ പരസ്യമായിട്ട് കുറ്റം പറയണം. ഈ സുനിൽ പിള്ളയുടെ തന്നെ വെച്ചിട്ട് രാമായണത്തിലെ ചില പ്രത്യേക കഥകൾ എടുത്ത് പ്രസംഗിപ്പിച്ച് ശ്രീരാമനെ കൊച്ചാക്കാൻ നോക്കരുത്. യു സേ ദാറ്റ് രാമൻ ഞങ്ങളുടെ ശത്രുവാണ്. അപ്പോൾ ആ കുഞ്ഞു കാശിന് കൊളരുകാത്ത തല്ലിപ്പൊളിയാണ് രാമൻ. ഇത് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുന്നു. ഞാൻ പറഞ്ഞു, ആ തൻ്റെ ഇടത്തിൻ്റെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മുളക്കനാണ്, കൊള്ളാം, തൻ്റെ ഇടമുണ്ട്. ഇതെങ്കിലും ചെയ്യണം, അതിന് നട്ടല് വേണം. അതില്ലാതെ ഈ കള്ളക്കളി പണിയെ അറിയാവുള്ളൂ. കള്ളക്കളി കളിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാകും. തൃശ്ശൂർ പൂരം കേരളത്തിൻ്റെ ഒരു വലിയ ഉത്സവമായിട്ടൊക്കെ പറയുന്നു എന്നുണ്ടെങ്കിലും കേരളത്തിലെ ഹിന്ദുക്കളുടെ ഉത്സവമാണ് തൃശ്ശൂർ പൂരം. സംശയം. ആ പൂരം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഇല്ലാതാക്കുക എന്ന അജണ്ടയുടെ ഭാഗം കൂടിയാണ്. അത് തന്നെയാണ്.
അത് തന്നെയാണ്. അത് തൃശ്ശൂർക്കാരെങ്കിലും ഓർക്കത്താൽ ഞാനൊരു കാര്യം പറയട്ടെ, തൃശ്ശൂർ പൂരം ഇല്ലാതെയായി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വിഷമമുണ്ടാവും. എന്താണെന്നറിയാമോ? ബിസിനസ് പോയതിൻ്റെ വിഷമം, ബിസിനസ് പോയതിൻ്റെ വിഷമം. റിയൽ സാംസ്കാരികമായ മതപരമായ ആധ്യാത്മികമായ വിഷമം ഉണ്ടാകുന്ന ആർക്കാ? ഹിന്ദുവിനാണ്. വിഷമം മാത്രമല്ല, ശക്തിക്ഷയം ഉണ്ടാവും. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മളുടെ മതേതര രാഷ്ട്രമാണ്, എല്ലാവരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. കാര്യം ശരിയാണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇതിൻ്റെ കൂടെ കൂടുന്നുണ്ട്. കാരണം ആന വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, വെടിക്കെട്ട് സംഘടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, കമ്പോളങ്ങൾ സംഗതികളൊക്കെ ആയിട്ടുണ്ട്. ബിസിനസ് ഒരുപാട് നടക്കുന്നു, കോടികളുടെ ബിസിനസ്. അതിൽ പെട്ടവർക്ക് ഇതുണ്ടാവും. അല്ലാതെ മതേതരത്വം ഘോഷിക്കാനല്ല അവിടെ ആൾ കൂടുന്നത്, കാശ് കിട്ടുക അതുകൊണ്ടാണ് കൂടുന്നത്. മതേതരത്വം ഘോഷിക്കാനാണെങ്കിൽ എല്ലാ അമ്പലത്തിലും ഇതുപോലെ വേണ്ടേ? എൻ്റെ ഗ്രാമത്തിലുണ്ട് ആരും തിരിഞ്ഞു നോക്കാത്ത ഉത്സവത്തിന് ഏറ്റവും അധികം ആൾ കൂടുന്നത് എത്രയെന്നറിയാം? 150 പേരാണ് ചരിത്രത്തിൽ എൻ്റെ ഗ്രാമത്തിലെ ശിവക്ഷേത്രത്തിൽ കൂടിയിട്ടുള്ളത്. അത് മതി. പക്ഷേ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഈ ധനുമാസത്തിലെ തിരുവാതിരയ്ക്കാണ് ഉത്സവം. രാത്രി നല്ല നിലാവത്ത് 150 വലിയ ആഘോഷമാണ് ഞങ്ങളുടെ. അവിടെ നിന്നും ഈ മതേതരത്തിൻ്റെ പേരിൽ ആൾ ഇരച്ച് കയറില്ല. കാരണം കച്ചവടമൊന്നും നടക്കില്ല. 150 പേര് ഏറി വന്നു കഴിഞ്ഞാൽ 150 ചായയും 150 പരിപ്പുവടയും കഴിക്കും. എന്ത് കിട്ടാനാണ് അതിൽ നിന്ന്? അതുകൊണ്ട് ആർക്കും വേണ്ട. ഇപ്പം എല്ലാം വികസിച്ച് വരുന്നുണ്ട്. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടകമ്പോളങ്ങൾ വർദ്ധിച്ചു വരിക എന്നുള്ളതാണല്ലോ. അങ്ങനെ ആൾ കൂടിയൊക്കെ വരുന്നുണ്ട്. സോ ദിസ് ഈസ് എ സിറ്റുവേഷൻ. ഈ പറഞ്ഞ് ഈ വേണ്ടാത്ത വൃത്തികെട്ട അശ്ലീലവാക്കായ സെക്യുലറിസം, മതേതരത്വം, ഞാൻ ഒരിക്കൽ കൂടെ നേരത്തെ പറഞ്ഞതെന്ന് തോന്നുന്നു സുനിലിനടുത്ത്. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ മതേതരനല്ല, മതേതര വിരുദ്ധനാണ്, ആൻറ്റി സെക്യുലറാണ് ഞാൻ. ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഞാൻ ഹിന്ദുവാണ്. അതെ, ഞാൻ ഹിന്ദുവാണ്, ഞാൻ സെക്യുലർ അല്ല. ഹിന്ദു കനോട്ട് ബി സെക്യുലർ. ഹിന്ദു ക്യാൻ ആക്സെപ്റ്റ് അതർ റിലിജിയൻ. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ ബിക്കം സെക്യുലർ. ഞാൻ സെക്യുലർ ആയി കഴിഞ്ഞാൽ എനിക്ക് മതമില്ല എന്നല്ലേ? അതെ അതെ. പിന്നെ എനിക്ക് മതമുണ്ട്, മറ്റ് മതങ്ങളെ അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അതെ അതെ. സെക്യുലർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ അമ്പലമൊക്കെ പൂട്ടിയാൽ മതി. ഏതായാലും തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതല്ല, അലങ്കോലപ്പെടുത്തി. ഇത് കഴിഞ്ഞ 6-7 വർഷമായി നടന്നുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഒരു പുതിയ ഘട്ടമാണ്. പൂരം നിർത്താൻ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. എക്രോസ് പൊളിറ്റിക്കൽ ലൈൻ ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്ന് ഇതിനെ തടഞ്ഞില്ലെങ്കിൽ ഹിന്ദുവിന് പലായനം ചെയ്യേണ്ടി വരും, ഓടിപ്പോകേണ്ടി വരും. ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ട്. അങ്ങനെ കാശ്മീരിൽ നിന്ന് ഓടിപ്പോയല്ലോ. 1-2 5 ലക്ഷം പേര് ഓടിപ്പോയി കാശ്മീരിൽ നിന്ന്. നിങ്ങൾക്കിതുപോലെ കേരളത്തിൽ നിന്നും ഓടിപ്പോകേണ്ടി വരും ഹിന്ദുക്കൾക്ക്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുക്കൾ വിചാരിക്കുന്നതെന്നറിയാമോ? നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്, നമ്മൾ പറഞ്ഞാൽ പോലീസ് ഇത് തിരിയാൻ വലിയ നേരമൊന്നും വേണ്ട. പട്ടി വിലയാകും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുക്കൾക്ക്, പട്ടി വില. ഇപ്പം ജി സുധാകരനെ എടുത്ത് കളഞ്ഞില്ലേ? ഇതുപോലെ ഓരോ സുധാകരന്മാരെയും എടുത്ത് കളയും, ഓരോ സുധാകരന്മാരെയും കളയും. അപ്പോൾ മനസ്സിലാവും. പക്ഷേ അപ്പോഴത്തേക്ക് വളരെ വൈകിയിരിക്കും. പിന്നെ നിങ്ങൾക്ക് വല്ല തമിഴ്നാട്ടിലോ ആന്ധ്രയിലേക്കോ കുടിയേറാം. ഇപ്പോൾ സമയം വൈകിട്ടില്ല. ഇപ്പോൾ സമയം വൈകിട്ടില്ല, ശരിയായ സമയമാണ്. ശരിയായ തീരുമാനത്തിലേക്ക് എത്താൻ കാണാനും കേൾക്കാനും അറിയാനും കഴിയട്ടെ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.